ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി പാദവാർഷിക മൂല്യനിർണ്ണയം, അതായത് ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് പ്രവർത്തനം ഒന്ന് നോക്കാം. വായിക്കാം, എഴുതാം. കവിതാഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? കവിതാഭാഗം നന്നായി വായിച്ച് നോക്കുക. അതിനുശേഷം ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തീർച്ചയായും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുപോലൊരു കവിതാഭാഗമോ കഥാഭാഗമോ നോവലോ എന്തെങ്കിലും എന്നിട്ടൊരു ഭാഗം നൽകിയിട്ട് അതിനെ ആസ്പദമാക്കിയിട്ട് ചോദ്യങ്ങളുണ്ടാകും. ഓക്കെ, അപ്പോൾ ആദ്യം കൂട്ടുകാർ എന്ത് ചെയ്യുക? തന്നിട്ടുള്ളത് എന്താണ് നന്നായി വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഈ കവിതാഭാഗം നന്നായി വായിച്ച് നോക്കാവുന്നതാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. ഫസ്റ്റ് ചോദ്യം എന്താണ്? കവിതയിൽ ഏതു കാലത്തെയാണ് വർണ്ണിച്ചിട്ടുള്ളത്? നമുക്കറിയാം ഏത് കാലത്തെയാണ്? അതെ, വസന്തകാലത്തെയാണ് അല്ലേ. ആൻസർ എന്താണ്? വസന്തകാലത്തെ. ദെൻ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു പക്ഷിയെക്കുറിച്ച് കവിതയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ പക്ഷി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, കുയിലാണല്ലേ. ആൻസർ എന്താണ്? കുയിൽ. ദെൻ ചുവന്ന് മനോഹരമായിരിക്കുന്ന കാടിനെ ഏതിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു? എന്തിനോടാണ്? യെസ്, അന്തിമേഘങ്ങളോടാണ്. എന്തിനോടാണ്? യെസ്, അന്തിമേഘങ്ങളോട്. ദെൻ തത്തകൾ നെൽക്കതിരുകൾ കൊത്താനെത്തുന്നത്. തത്തകൾ നെൽക്കതിരുകൾ കൊത്താനെത്തുന്നത് അതെ, പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ട് നിൽക്കുമ്പോഴാണല്ലേ. ആൻസർ എന്താണ്? പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ട് നിൽക്കുമ്പോൾ. ദെൻ നിറം എന്ന അർത്ഥത്തിൽ കവിതാഭാഗത്ത് നൽകിയിരിക്കുന്ന മറ്റൊരു പദമാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആ പദം? ഏതാണ്? അതെ, വർണ്ണമാണല്ലേ. വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിറം എന്ന അർത്ഥം തന്നെയല്ലേ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഏതാണ് പദം? വർണ്ണം. ഓക്കെ, നമുക്ക് പ്രവർത്തനം 2 നോക്കാം. അഭിപ്രായക്കുറിപ്പാണ്. MS ബാബുരാജിനെ പോലെ കോഴിക്കോട് അബ്ദുൽ ഖാദറിനെയും കണ്ടെത്തിയത് കുഞ്ഞു മുഹമ്മദ് കെ ആയിരുന്നു. ഇവരെ വളർത്തിയെടുക്കുന്നതിൻ്റെ തൻ്റെ ഭാഗമായി കരുതി അദ്ദേഹം അവരെ പ്രോത്സാഹിപ്പിച്ചു. പാട്ടിൻ്റെ പാലാഴി എന്ന പാഠഭാഗത്തിലെ കുഞ്ഞു മുഹമ്മദ് കെയെ പരിചയപ്പെട്ടല്ലോ. തൻ്റെ ജീവിതം മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെലവഴിച്ച കുഞ്ഞു മുഹമ്മദ് കെയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിലെ നന്മ തുടങ്ങിയവ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ എന്താണ് നമ്മൾ എഴുതേണ്ടത് കൂട്ടുകാരെ? അതേ, അഭിപ്രായക്കുറിപ്പാണല്ലോ. എന്തൊക്കെയാണ് നമ്മളോട് ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്? യെസ്, തൻ്റെ ജീവിതം മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെലവഴിച്ച കുഞ്ഞു മുഹമ്മദ് കെയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിലെ നന്മ തുടങ്ങിയവ അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് അഭിപ്രായക്കുറിപ്പ് എഴുതാം. കുഞ്ഞു മുഹമ്മദ് കെ പോലുള്ള നന്മ നിറഞ്ഞ മനുഷ്യരെയാണ് സമൂഹത്തിന് ആവശ്യം. ദരിദ്രരായ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ ഉയർച്ചയുടെ പടവുകൾ കയറ്റിവിട്ടു അദ്ദേഹം. അവർ കലാലോകത്തേക്ക് എല്ലാവരും ആദരിക്കുന്നവരായി. KT മുഹമ്മദ്, KP ഉമറും കോഴിക്കോട് അബ്ദുൽ ഖാദറും MS ബാബുരാജുമെല്ലാം അദ്ദേഹത്തിൻ്റെ സ്നേഹത്തടവിൽ വളർന്നു വന്നവരാണ്. തെരുവിലൂടെ വയറ്റത്തടിച്ചു പാടി നടന്ന MS ബാബുരാജ് എന്ന കുട്ടിയുടെ ഉള്ളിലെ സംഗീതം തിരിച്ചറിഞ്ഞ് അവന് വളരാനുള്ള സാഹചര്യം കുഞ്ഞു മുഹമ്മദ് ഒരുക്കിക്കൊടുത്തു. വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിലും കലകളുടെ ആഭിമുഖ്യം ഉണ്ടായിരുന്നതിനാൽ കലാകാരന്മാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമായിരുന്നു. അവർക്ക് വേണ്ടി സംഗീത സദസ്സുകളും നാടക അരങ്ങുകളും സംഘടിപ്പിക്കുകയും ചെയ്തു. സ്വന്തം ജീവിതം മറ്റുള്ളവരുടെ ഉന്നതിക്കായി സമർപ്പിച്ച മഹാനായിരുന്നു അദ്ദേഹം. അപ്പം കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലൊരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താണ്? ദൃക്സാക്ഷി വിവരണമാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. മയൻ്റെ മായാജാലം എന്ന കാവ്യഭാഗത്ത് നിമിഷനേരം കൊണ്ട് അതിഭീമാകാരമായ കൊട്ടാരം പണിതുയർത്തുന്ന രംഗത്തിൻ്റെ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കിയിരുന്നല്ലോ. കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം തുള്ളിൽ തൻ്റെ വഴിമുടക്കി കിടക്കുന്ന ഹനുമാനെ അവിടെ നിന്നും നീക്കാൻ ഭീമൻ്റെ ശ്രമം അവതരിപ്പിച്ചിരിക്കുന്നത് വായിക്കൂ. സംഭവത്തിൻ്റെ ഭാവത്തിനും വൈകാരികതയ്ക്കും അനുയോജ്യമായ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഈ വരികൾ വായിച്ചു നോക്കുക. ദെൻ അറിയാത്ത പദങ്ങളുടെ അർത്ഥങ്ങൾ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. എന്താണ്? ഉത്തുംഗം, ഉയർന്ന, പുച്ഛം, വാൽ, ഇത്തം, ഇപ്രകാരം, നക്തഞ്ചരാതി, ദാസൻ, ഹനുമാൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൃക്സാക്ഷി വിവരണമാണല്ലേ. അപ്പോൾ സംഭവത്തിൻ്റെ ഭാവത്തിനും വൈകാരികതയ്ക്കും അനുയോജ്യമായ രീതിയിലുള്ള ദൃക്സാക്ഷി വിവരണമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു മാതൃക നോക്കാം. യാത്രയ്ക്ക് തടസ്സമായി കിടക്കുന്ന കിഴവൻ കുരങ്ങനെ കണ്ട് ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ് ഭീമൻ. ഹനുമാന്റെ നീണ്ടുകിടക്കുന്ന വാൽ ഗദ കൊണ്ട് നീക്കിയിട്ട് നടന്നു പോകാം എന്ന് തീരുമാനിച്ച ഭീമൻ അതാ പതിയെ
നടക്കുകയാണ്. ഹനുമാൻ ചെറിയൊരു ചിരിയോടെ ഭീമനെ നോക്കി കിടക്കുകയാണ്. അതുകൂടി കണ്ടപ്പോൾ ഭീമന് ദേഷ്യം ഇരച്ചു കയറുന്നുണ്ട്. അത് ഹനുമാന്റെ അടുത്ത് ഭീമൻ എത്തിക്കഴിഞ്ഞു. ഗദ കയ്യിലെടുത്ത് വാല് പൊക്കാനുള്ള ശ്രമം ഭീമൻ തുടങ്ങിക്കഴിഞ്ഞു. ശക്തനായ തനിക്ക് ഒരു കൈകൊണ്ട് വാല് പൊക്കാം എന്ന ഭാവത്തിൽ ഭീമൻ ശ്രമം നടത്തുകയാണ്. അത്ര പെട്ടെന്ന് നടക്കില്ല എന്ന് ഭീമന്റെ മുഖഭാവത്തിൽ നിന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. അതാ രണ്ടു കൈകൊണ്ടും ഭീമൻ ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. അട്ടഹാസവും മുഴങ്ങി തുടങ്ങിയിരിക്കുന്നു. സർവ്വശക്തിയും എടുത്ത് ഗദ കൊണ്ട് തീക്കി വാല് പൊക്കാൻ വീണ്ടും ശ്രമം നടത്തുകയാണ്. ഹനുമാനാകട്ടെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ചെറു ചിരിയോടെ അവിടെ തന്നെ കിടക്കുന്നു. നീണ്ടു തടിച്ച വാലിൻ്റെ അഗ്രഭാഗത്തെ ഒരു രോമം പോലും ഇളക്കാൻ ഭീമന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞ ഭീമൻ ഇപ്പോഴത്തെ എല്ലാ ശ്രമവും ഉപേക്ഷിച്ചു മാറി നിൽക്കുകയാണ്. അതാ ഹനുമാന്റെ മുന്നിൽ പരാജയം സംബന്ധിച്ച് തല കുനിച്ചു നിൽക്കുന്നു. അപ്പം കൂട്ടുകാരെന്ത് ചെയ്യുക, ഇതുപോലെ ഒരു ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കുക. ഒരു ദൃക്സാക്ഷി വിവരണം എങ്ങനെയാണ് എഴുതേണ്ടത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണല്ലേ. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക, കൂട്ടുകാരും ഇതുപോലെ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കി നോക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 4, ഡയറി എഴുതുക. അവൾ കൃതജ്ഞതാപൂർവ്വം പപ്പുവിനെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. പപ്പുവും അവളുടെ കൂടെ നടന്നു. അങ്ങനെ നടക്കുവാൻ അയാൾക്കൊരാഗ്രഹം. നീ നാളെ വരുമോ? അയാൾ ചോദിച്ചു. എന്തിനാ? വെറുതെ. ഇനി എന്നെ ഉരുട്ടിയിടുവോ? അവൾ ചിരിച്ചു. ഇല്ല. അയാളും ചിരിച്ചു. എന്നാ വരാം. വീട്ടിലെത്തിയ ലക്ഷ്മിക്ക് അന്നത്തെ സംഭവങ്ങൾ മറക്കാനേ കഴിഞ്ഞില്ല. അവൾ ബുക്കെടുത്ത് അന്നത്തെ ഡയറി എഴുതി. ലക്ഷ്മി ഡയറിയിൽ എന്തൊക്കെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ലക്ഷ്മിയെ റിക്ഷ തട്ടിയ ദിവസത്തെ ഡയറി തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ ഡയറി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? യെസ്, കോർണറിലായിട്ട് ഡേറ്റും ഡേയും ഒക്കെ എഴുതണം അല്ലേ. അപ്പം കൂട്ടുകാരൻ എന്ത് ചെയ്യുക, ഒരു പേജിൻ്റെ കോർണറിലായിട്ട് എന്ത് ചെയ്യുക, ഡേറ്റും ഡേയും എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ നിങ്ങൾക്ക് ഡയറി എഴുതാവുന്നതാണ്. നമുക്കൊരു മാതൃക നോക്കാം. ഇന്ന് എനിക്ക് മറക്കാനാവാത്ത ദിവസമാണ്. സ്നേഹമുള്ള ഒരു അമ്മാവനെ കണ്ടുമുട്ടിയ ദിവസം. പപ്പു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. റിക്ഷാക്കാരൻ പപ്പു. അദ്ദേഹത്തിൻ്റെ റിക്ഷ മുട്ടി ഞാൻ ഓടയിൽ വീണു. അദ്ദേഹം എന്നെ എടുത്ത് റോഡരികിൽ നിർത്തി. എന്നിട്ട് യാത്രക്കാരനെയും കൊണ്ട് വണ്ടി ഓടിച്ചുപോയി. അപ്പോൾ ശരിക്കും കരച്ചിൽ വന്നു. അവിടെ കൂടി നിന്ന പിള്ളേർ അയാളിനി വരില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. വീണതിലല്ല, അയാൾ പോയതിലുമല്ല, അത്താഴത്തിനുള്ള അരി പോയതിലാണ് സങ്കടം. എന്നാൽ എന്തായാലും അദ്ദേഹം തിരികെ എത്തി. കുട്ടിയിൽ നിന്നും ചിതറിപ്പോയതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിത്തന്നു. കഴിക്കാൻ പഴവും വാങ്ങിത്തന്നു. എനിക്ക് അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും തോന്നി. നാളെയും കാണാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇന്ന് പോയത്. അപ്പം കൂട്ടുകാരും എന്ത് ചെയ്യുക, ഇതുപോലൊരു ഡയറി തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രവർത്തനം 5, ആസ്വാദനക്കുറിപ്പ്. പശുവിനെ കറക്കുന്ന അമ്മയുടെ അടുത്ത് പാലിനു വേണ്ടി പാത്രവുമായി കാത്തു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ വാക്കുകൾ കൊണ്ട് വരച്ചിരിക്കുകയാണ് ഒരു ചിത്രം എന്ന കവിതയിൽ പരിചയപ്പെട്ടല്ലോ. പ്രകൃതിയിലെ മനോഹരമായ ഒരു കാഴ്ചയെ മറ്റൊരു കവി വാക്കുകൾ കൊണ്ട് വരച്ചിരിക്കുന്നത് നോക്കൂ. കവിതയിലെ വാഗ്മയ ചിത്രങ്ങൾ വിശകലനം ചെയ്തും പ്രയോഗഭംഗി കണ്ടെത്തിയും വരികൾ വ്യാഖ്യാനിച്ചും ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. മഞ്ഞക്കിളി എന്ന കവിതാഭാഗമാണല്ലേ ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക കൂട്ടുകാരെ, ഈ കവിതാഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. മനോഹരമായൊരു വർണ്ണനയാണ് മഞ്ഞക്കിളി എന്ന കവിത. അമ്പഴക്കൊമ്പത്ത് പൈങ്കിളി ഉണ്ടാക്കിയ കൂടിനെ വർണ്ണിക്കുകയാണ് കവി വൈലോപ്പിള്ളി. പഞ്ഞിയും തൂവലുകളും പായലും വൈക്കോലുമെല്ലാം ചേർത്തിണക്കിയ ഭംഗിയുള്ള കൊച്ചുകൂട്. 4 ദിവസം കൊണ്ടാണ് തൻ്റെ കൊച്ചുമാളിക പൈങ്കിളി ഉണ്ടാക്കിയത്. ഈ കൂട് കണ്ടാൽ തന്നെ പൈങ്കിളിയുടെ കഴിവും ഉത്സാഹവുമെല്ലാം നമുക്ക് മനസ്സിലാകും. വെള്ള തേച്ച് മിനുക്കിയതല്ലെങ്കിലും ഈ കൊച്ചുകൂട് അമ്മയുടെ ഉള്ളുപോലെ വെളുത്തതാണ്, നന്മ നിറഞ്ഞതാണ്. മിന്നാമിനുങ്ങോ വിളക്കിൻ്റെ വെളിച്ചമോ ഒന്നും ഇല്ലെങ്കിലും ഈ വീട് നന്മയുടെ വെളിച്ചം നിറഞ്ഞതാണ്. മനോഹരമായ ആ കൂട്ടിലാണ് പൈങ്കിളി മുട്ടയിട്ടത്. നല്ല മുഴുത്ത കൊച്ചു രസകുടുക്ക പോലുള്ള മുട്ട എന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. ഒരു കൊച്ചുകിളിയുടെ കൂടുകളും മുട്ടയിടലും എല്ലാം ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ച് കവി രചിച്ചതാണ് ഈ കവിത. തൂവലും പഞ്ഞിയുമെല്ലാം കൊണ്ടുവന്നു കിളി കൂടുവയ്ക്കുന്നതും അതിൽ മുട്ടയിടുന്നതും എല്ലാം നേരിട്ട് കാണുന്ന അനുഭവമാണ് ഈ കവിത വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. വാക്കുകൾ കൊണ്ട് ഒരു മനോഹര ദൃശ്യം വരച്ചിടുകയാണ് കവി. അപ്പോൾ കൂട്ടുകാരും എന്ത് ചെയ്യുക, ഇതുപോലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. അനുസ്മരണ പ്രസംഗം. പാടാനോർത്തൊരു മധുരിമ ഗാനം പാടിയതില്ലല്ലോ എന്ന ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ ഗാനം പാടി അനശ്വരമാക്കിയ കോഴിക്കോട് അബ്ദുൽ ഖാദറിനെ കുറിച്ച് പാട്ടിൻ്റെ പാലായി എന്ന പാഠഭാഗത്ത് നിന്നും വായിച്ചറിഞ്ഞല്ലോ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഇതൊക്കെയാണ് നൽകിയിരിക്കുന്നത്. നോക്കൂ. 1916 ഫെബ്രുവരി 19, 1977 ഫെബ്രുവരി 13. ദെൻ കേരള സൈക്കാൾ. കോഴിക്കോട് മിഠായി തെരുവിൽ വാച്ച് കമ്പനി നടത്തിയിരുന്ന JS ആൻഡ്രൂസിൻ്റെ മകൻ.
സോജ രാജകുമാരി സോജ എന്നിങ്ങനെ എങ്ങനെ നീ മറക്കും കുയിലെ, പച്ചപ്പരന്തത്തി തുടങ്ങിയ ഗാനങ്ങൾ. ജനകീയ ഗായകൻ. ധാരാളം നാടക ഗാനങ്ങൾ പാടി ആകാശവാണി നിലയത്തിൽ ഗായകൻ. സിനിമ നാടക പിന്നണി രംഗത്ത് സ്വരമാധുരിയും ആലാപന മികവും കൊണ്ട് ശ്രദ്ധേയമായ വ്യക്തി. ഇത് നോക്കൂ, പാഠഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ അനുസ്മരണ ചടങ്ങിൽ അവതരിപ്പിക്കാനായി ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, ഒരു പ്രസംഗം നോക്കുക. എന്താണ് ഈ തന്നിട്ടുള്ള ഹിൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രസംഗം തയ്യാറാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.